പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് സ്ഥിരീകരിക്കാൻ നമ്മൾ ഡിപ്ലോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലേ? അങ്ങനെയാണല്ലോ പാകിസ്ഥാന്റെ മേലെ സാങ്ഷൻസ് ഉൾപ്പെടെ വന്നതെല്ലാം അങ്ങനെയാണല്ലോ. പാകിസ്ഥാനെ എൻറ്റയർലി കോർണർ ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ലെവൽ നമ്മൾ എടുത്തു. അന്ന് ഒരു സൈനിക ആക്രമണത്തെക്കാൾ നല്ലത് അതാണ്. കാരണം നമ്മൾ രാജ്യം ഒരു വലിയ ട്രാൻസിഷൻ, ഒരു ഫിനാൻഷ്യൽ, ഒരു എക്കണോമിക് ലെവലിൽ വലിയൊരു ട്രാൻസിഷൻ ഉണ്ടാകുന്ന ഒരു കാലത്താണ്. ആ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അതനുസരിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. 2008 ബോംബെ ബ്ലാസ്റ്റിന് ശേഷമല്ലേ, ഈ ബോംബെ അറ്റാക്കിന് ശേഷമല്ലേ പാകിസ്ഥാനെ ഇത്രമാത്രം ടെററിസം ഫ്രണ്ടിൽ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റിയത്. അപ്പം അത് പല അപ്രോച്ച് ഉണ്ടാവും. അത് അവിടെ നിൽക്കട്ടെ. ഈ രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ആന്റണി മാഷ് പറഞ്ഞപ്പോൾ ഒരു ചെറിയ അബദ്ധം അതിനകത്ത് സംഭവിച്ചു. ട്രംപ് പറഞ്ഞത് 1000 കൊല്ലത്തിന് മുമ്പുണ്ടായ ഇതെന്നല്ല. അദ്ദേഹം പറഞ്ഞത് 1000 കൊല്ലത്തിന് ശേഷമെങ്കിലും കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് താൻ വർക്ക് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്. വേണു, നമുക്കത് വെറുതെ ഇഗ്നോർ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. ഇതിനകത്തൊക്കെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തിന് ഒരു കൃത്യമായ വ്യക്തതയോടുകൂടിയുള്ള പ്രതികരണം ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപും ഹാൻസും അതുപോലത്തെ വാൻസും അതുപോലെ തന്നെ അവിടുത്തെ ഫോറിൻ സെക്രട്ടറി ഒക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ എവിടെയെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയം വിഴിഞ്ഞത്ത് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ ആർക്കെങ്കിലും ഉറക്കം നഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റിയ രീതിയിലല്ല ഡിപ്ലോമാറ്റിക് രീതിയിൽ പറയേണ്ടത്. അവിടെ നേരത്തെ വേണു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ മണ്ണിൽ വെച്ച് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കാനാണെങ്കിൽ പോലും ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ തീരുമാനമാണ്, സഹായിക്കാൻ പോലും അതിനിടപെടരുത് എന്ന് പറയാനുള്ള വ്യക്തതയുണ്ടായി. കാശ്മീർ വാജ്പേയി ഞാൻ അമേരിക്കയ്ക്ക് വരില്ല എന്ന് പറയാനുള്ള വ്യക്തതയുണ്ടായി. ഗുജറാളിന് വ്യക്തതയുണ്ടായി. നരേന്ദ്രമോദിയുടെ 22 മിനിറ്റിലെ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരെയോ അമേരിക്കക്കെതിരെയോ ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? വിഴിഞ്ഞം മോഡൽ പ്രസംഗമല്ല ഇവിടെ ആവശ്യം. ശരി, ഇവിടെ ആവശ്യം രാജ്യത്തിന് വ്യക്തത വരുത്തുകയാണ്. ആ വ്യക്തത ഉണ്ടായില്ല. ഈ പോയ പോക്കിലും ആ വ്യക്തത ഉണ്ടായില്ല. ഇവിടെ അദ്ദേഹം വിൻസെന്റ് മാഷ് സൂചിപ്പിച്ചല്ലോ, പാകിസ്ഥാന് ഇന്ന് ആഘോഷം ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി? 1970 പാൻറ് ഉൾപ്പെടെ ഊരി, അത് സൈനികമായിട്ടുള്ള നടപടികളുടെ ഭാഗമാണ്. ആയുധങ്ങൾ കീഴിൽ വെച്ച് കീഴടങ്ങിയ രാജ്യമാണ് ഇല്ലേ? അവർക്ക് ഇന്ന് വിജയം അവകാശപ്പെടാൻ കഴിയുന്ന സാഹചര്യം എവിടെ ഉണ്ടാക്കി? പാകിസ്ഥാനാണ് വെടിനിർത്തലിന് വേണ്ടി അഭ്യർത്ഥിച്ചതെങ്കിൽ അത് ഇന്ത്യ പരിശോധിച്ച ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് അവർ ഇത്ര കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെടിനിർത്തൽ അവരുടെ ഇത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ പാകിസ്ഥാന് വിജയം അവകാശപ്പെടാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവോ? അതല്ലേ ഇന്ത്യയുടെ നേട്ടം. അതല്ലാതെ ആരോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തി അവിടെ നിർത്തി, അവിടെയും ആഘോഷം ഇവിടെയും ആഘോഷം. എന്താ ഇത്? എന്ത് വിജയത്തെ കുറിച്ച് പറയുന്നത്? അവിടെ ആഘോഷം ഇവിടെ ആഘോഷം. ശരി.